അവൻ എൻ്റെ തലയെ He anoints my head എണ്ണ കൊണ്ട് അഭിഷേകം with oil. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരു. In the midst of my enemies, you prepare a table for me. എവിടാന്നറിയാമോ? Do you know where he's going to prepare the table? നിന്നെ കരയിപ്പിക്കുന്നത് കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ. In the midst of your enemies, he shall prepare a table. നീ കരഞ്ഞടത്ത്, in the place of your tears, നീ പറഞ്ഞില്ലേ ഇതിനപ്പുറത്ത് എനിക്കൊരു ജയമില്ലെന്ന്. you said I have no breakthrough in this. അവിടെ തന്നെ നിനക്കൊരു മേശ. Right there he'll prepare a table. ചിലരുടെ ശത്രുക്കളുടെ നടുവിൽ, for some of your ചിലരുടെ enemies, കുടുംബക്കാരുടെ നടുവിൽ, in the midst of your relatives, ചിലരുടെ ബന്ധുമിത്രാദികളുടെ നടുവിൽ, in the midst of your friends and ദൈവം നിനക്ക് വേണ്ടി മേശയൊരുക്കും. God is preparing a table for you. കഴിഞ്ഞ ദിവസം ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ I was reading the Bible in the last few days. മനോഹരമായ ഒരു മേശ കണ്ടു. I saw a beautiful table. ആ മേശ ഒരുക്കിയത്, and the one who prepared the table, രണ്ട് കാലും മുടന്തുള്ള മെഫീബോശത്തിന് വേണ്ടിയാണ്. a man lame in both his leg called Mephibosheth. അവൻ ജനിച്ചപ്പോൾ മുടന്തനല്ലായിരുന്നു. He was not a lame when he was born. അവന്റെ നേഴ്സ് അവനെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ, and as his nurse was running with him, ആ കുഞ്ഞ് നിലത്ത് വീണു. the child fell from his അവന്റെ hands, കാല് ഒടിഞ്ഞു. and thereby he അവൻ became lame, മുടന്തനായി പോയി. and he became lame in അവൻ both. ലോദാബാരി He was താമസിക്കുകയാണ്. staying in Lodebar. അവിടെ ഒരു മുടന്തനായി He ജീവിക്കുകയാണ്. was living as a lame. കാല് മുടന്തനാണ്. He says my legs are lame. അവന്റെ കുടുംബക്കാരെല്ലാം യോദ്ധാക്കളാണ്. and all his family members are in the army. അവരെല്ലാം മിടുക്കന്മാരാണ്. and all are brilliant warriors. പക്ഷേ ഇവൻ മാത്രം മുടന്തനായി. but only he became a അവനെ lame. ആർക്കും വേണ്ട. oh, nobody wants him. അവനെ ആർക്കും വേണ്ട. nobody wants him. അവൻ പറയുക ഞാനൊരു ചത്ത നായാണ്. and he calls himself a dead dog. അവൻ അങ്ങനെ ആ വീട്ടിൽ താമസിക്കുകയാണ്. as he was staying in Lodebar. in Lodebar. ആ വാക്കിന്റെ അർത്ഥം, and that word means കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലം, a place of no communication, ഉയർച്ചയില്ലാത്ത സ്ഥലം, unfruitful land, ഒറ്റപ്പെട്ട സ്ഥലം, and a lonely place. ആർക്കും വേണ്ടാത്ത സ്ഥലം. nobody wants it. പെട്ടെന്ന് ഒരു ഫോൺ കോൾ അവന് വേണ്ടി വരികയാണ്. suddenly he receives a text message. നിന്നെ രാജാവ് വിളിക്കുന്നു. the king is calling you. നിന്നെ രാജാവ് വിളിക്കുന്നു. the king is calling you. ചത്ത നായെ പോലെ, a dead dog. ആർക്കും വേണ്ടാത്തവനായി, nobody wants you. ലോദേബാരിൽ കടന്നവനെ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചതുപോലെ ചിലർക്ക് വേണ്ടി ഒരു ഉയർച്ചയുടെ വിടുതലിന്റെ ഫോൺ കോൾ വരികയാണ്. നിന്നെ അവൻ മറന്നിട്ടില്ല. He has not forgotten you.